ഒരു സ്ത്രീ രണ്ടാമത് വിവാഹം കഴിക്കാനായിട്ട് ആലോചിക്കുന്നത് എപ്പോഴായിരിക്കും? ഒന്നുമില്ലെങ്കിൽ അവരുടെ ആദ്യ ഭർത്താവ് മരിച്ചു പോയപ്പോൾ ആ ജീവിതത്തിന്റെ സന്തോഷം അതേപോലെ പുതിയ ജീവിതത്തിൽ കിട്ടണം എന്നായിരിക്കും. അതല്ലെങ്കിൽ ആദ്യ ഭർത്താവിൻ്റെ നിന്ന് കിട്ടാത്ത സ്നേഹം പുതിയ ജീവിതത്തിൽ കിട്ടുന്നതായിരിക്കും. ഒരുപാട് പ്രതീക്ഷയോട് കൂടിയിട്ട് ആരംഭിച്ച ജയപ്രകാശ് ദമ്പതികളുടെ 60കളുടെ രണ്ടാമത്തെ വിവാഹം, അവരുടെ മകൾ ഈയിടെയായിട്ട് അവരെ വെച്ച് ഇന്റർവ്യൂ നടത്തിയതിൽ ഭർത്താവിന്റെ കീറ്റോ ഡയറ്റ് കാരണം അവർക്ക് വേണ്ട രീതിയിൽ ഫുഡ് കഴിക്കാൻ പറ്റുന്നില്ല എന്ന് അവർ തന്നെ പറയുന്നുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കണം, ഒരു ബിസ്ക്കറ്റ് ഒരു സോസോ ഒന്നും വാങ്ങാൻ അയാൾ സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ്. ആ കൂടെ അവരുടെ വീട്ടിൽ ഈ മട്ടൻ ചിക്കൻ അതല്ലാതെ ഈ നെയ്യില് പുരട്ടിയ അണ്ടിപ്പരിപ്പോ അതല്ലെങ്കിൽ ഓംലെറ്റോ അങ്ങനെയുള്ള കുറച്ച് ഭക്ഷണ സാധനങ്ങൾ മാത്രം, വെജില്ല നോൺ വെജില്ല, അങ്ങനെ ഒരു ഭക്ഷണവും ഇല്ല. അവര് അത് പറഞ്ഞപ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് പേര് അതിനെതിരെ റിയാക്ട് ചെയ്തപ്പോൾ അവരുടെ മകള് രണ്ടാമതും വന്ന് മെഴുകി പറഞ്ഞിട്ടുണ്ട്, അങ്കിള് പാവാട, അങ്കിള് ഇങ്ങനെയാണ്, അങ്കിളിന്റെ ഡയറ്റ് അങ്കിളിന്റെ ഹെൽത്തിന് നല്ലതാണ്. അപ്പോഴും അവരുടെ അമ്മയുടെ ഹെൽത്ത് പരിഗണിക്കുന്നില്ല എന്നുള്ളതാണ് കേട്ടോ. ഇനി പറഞ്ഞിട്ടുണ്ട്, അങ്കിളിന്റെ മകൻ അങ്കിളിന്റെ കയ്യിൽ ഒരു സ്മാർട്ട് വാച്ച് കെട്ടി കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ റേഡിയോ കോളർ കെട്ടിയിട്ട് വന്യമൃഗങ്ങളെ പുറത്തു വിടുന്ന പോലെ അങ്കിളിന്റെ മകൻ ആ സ്മാർട്ട് വാച്ച് കൂടെ അങ്കിളിനെ കൺട്രോൾ ചെയ്യാണ്. അപ്പോൾ ആ അങ്കിളിന്റെ പിന്നെ എന്തിനാണ് ഈ അങ്കിള് രണ്ടാമത് കല്യാണം കഴിച്ചത്? ഈ മകന്റെ റേഡിയോ കോളർ തലക്കഴുത്തിൽ കെട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഒരിക്കലും വേറൊരു സ്ത്രീനെ രണ്ടാമത് വിവാഹം കഴിച്ച് അവരുടെ ജീവിതം കൂടി തുലയ്ക്കേണ്ട കാര്യമില്ല. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് ഒരൊറ്റ കാര്യം ചോദിക്കാനുള്ളൂ, ഈ കീറ്റോ ഡയറ്റ് ഇവരുടെ ആദ്യ ഭർത്താവാണ് ഇവരോട് സജസ്റ്റ് ചെയ്തതെന്ന് വിചാരിക്കുക. അദ്ദേഹം ജീവിച്ചിരുന്നപ്പോൾ അവരൊരു ദിവസം പോലും അതിന് സമ്മതിക്കില്ല. കാരണം എന്താ, എനിക്കൊന്നും വേണ്ട നിങ്ങളുടെ ഈ ഡയറ്റ്, ഞാൻ വേറെ ഭക്ഷണം കഴിക്കുമെന്ന് പറഞ്ഞാൽ അവർ പുറത്തു പോയി ഇഷ്ടമുള്ളതൊക്കെ വാങ്ങിച്ചു കൊടുത്ത് ഉണ്ടാക്കി കഴിക്കും. ഇവിടെ അവർക്കത് ചെയ്യാൻ പറ്റുന്നില്ല. അവരുടെ കയ്യിൽ പൈസയുണ്ട്, അവരുടെ കയ്യിൽ ബാങ്ക് ബാലൻസ് ഉണ്ട്, ഇതൊക്കെ അവർ മകൾ സമ്മതിക്കുമ്പോഴും ഒരു ബിസ്ക്കറ്റിന് വേണ്ടി പോലും ഭർത്താവിനോട് കെഞ്ചേണ്ട ഒരു അവസ്ഥ വരുമ്പോൾ ആദ്യത്തെ ബന്ധത്തിൽ അവർക്ക് അതിനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. ഭർത്താവ് ഒരു ഡേറ്റ് പറഞ്ഞാൽ എനിക്ക് പറ്റില്ല എന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം. ഇപ്പോഴത്തെ ബന്ധത്തിൽ അവർക്ക് അതിനുള്ള സ്വാതന്ത്ര്യം ഇല്ല. ഇനി അതൊക്കെ രണ്ടാമത്തെ ബന്ധം വിട്ടേച്ച് വന്നു കഴിഞ്ഞാൽ ഇനി സമൂഹം എങ്ങനെ പറയും, മക്കൾ എങ്ങനെ പറയും? അങ്ങനെ ഒരു സ്ത്രീയുടെ ജീവിതം മൊത്തം കുട്ടിച്ചോറാവുന്നൊരു ഇത്. രണ്ടാമത് വിവാഹം കഴിക്കാനായിട്ട് ആലോചിക്കുന്നവര് ഒരു 100 വട്ടെങ്കിലും പുനർവിചിന്തനം ചെയ്തതിന് ശേഷം മാത്രം ആലോചിക്കുക. കാരണം ഈ കഴിക്കാൻ പോകുന്ന പങ്കാളി മക്കളുടെ കെയർ ഓഫിൽ വല്ല റേഡിയോ കോളർ ഇട്ട ആൾക്കാരാണെങ്കിൽ പ്ലീസ് ദയവ് ചെയ്തിട്ട് നിങ്ങൾ ആ ജീവിതത്തിലേക്ക് പോകാതിരിക്കുക.